ഹലോ. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് പോത്തുണ്ടി ഗാർഡനിലേക്കും അതുപോലെ നമ്മുടെ ഡാം വിസിറ്റ് ചെയ്യാനും കൂടെയാണ് കേട്ടോ. അപ്പോൾ ഈ പോത്തുണ്ടി ഡാമിലേക്ക് നമ്മൾ പോകുന്നത് ഒരു ഈവനിങ് ടൈമാണ്. അതുപോലെ തന്നെ നമ്മുടെ നെന്മാറയിൽ നിന്ന് പോത്തുണ്ടി വരെ ഒരു 7 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ. അപ്പോൾ നെല്ലിയാമ്പതി പോകുന്ന സൈഡിലാണ് നമ്മുടെ പോത്തുണ്ടി ഗാർഡൻ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ എൻട്രൻസ് ഫീ എന്ന് പറയുന്നത് അഡൾട്ടിന് വന്നിട്ട് 20 റുപ്പീസും സീനിയർ സിറ്റിസനും അതുപോലെ തന്നെ കിഡ്സിനും 10 റുപ്പീസും ആണ് വരുന്നത്. അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിലൂടെ പോകുന്ന സമയം നമുക്ക് പല സ്ഥലങ്ങളിലായിട്ട് ഇതുപോലത്തെ വേസ്റ്റ് ബിൻസ് കാണാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ മാക്സിമം ഇങ്ങോട്ട് വരുന്ന സമയങ്ങളിൽ ഇതെല്ലാം മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക കേട്ടോ. നമ്മുടെ വേസ്റ്റുകളെല്ലാം നമ്മൾ വേസ്റ്റ് ബിന്നിൽ മാത്രം ഇടാനായിട്ട് ശ്രമിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്കിപ്പോൾ റെസ്റ്റ് ഒക്കെ എടുക്കണമെങ്കിൽ തന്നെ ഇവിടെ കുറേ സ്പേസുകളുണ്ട് കേട്ടോ നമുക്ക് റെസ്റ്റ് എടുക്കാനായിട്ട്. അടുത്ത നമ്മൾ പോകുന്നത് നമ്മളുടെ അഡ്വഞ്ചർ സോണിലേക്കാണ് കേട്ടോ. അപ്പോൾ ഈ അഡ്വഞ്ചർ സോണിൽ നമുക്കിപ്പോൾ സ്കൈ സൈക്ലിംഗ്, സിപ്പ് ലൈൻ, അതുപോലെ തന്നെ ഫ്രീ ഫോൾ ജമ്പിങ്, പിന്നെ ആർച്ചറി, അങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രൈസ് എല്ലാം ഞാൻ അവസാനം പറയാം. ഇപ്പോൾ ഞാൻ വേറൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം എന്താണെന്ന് പറയുന്നത് വെച്ചാൽ നമ്മളിപ്പോൾ ഈ പോകുന്ന സമയത്ത് നമുക്ക് നമ്മളുടെ ലെഫ്റ്റ് സൈഡായിട്ട് നമുക്കൊരു ജിമ്മ് തന്നെ കാണാം കേട്ടോ. ഒരു ഓപ്പൺ ജിം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നല്ല രസമാണ്. അവിടെ നമ്മൾ ഞാനൊക്കെ കുറച്ച് വർക്കൗട്ടൊക്കെ ചെയ്തു കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മളിവിടെ കുറേ കളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഷൂസ് ഭയങ്കര സ്ലിപ്പർ ചെയ്തുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത്ര സ്ലോയിലൊക്കെ പോകുന്നത് കേട്ടോ. പിന്നെ നമുക്കിവിടെ ഒരു ഓപ്പൺ സ്റ്റേജ് കാണാം കേട്ടോ. എന്തൊക്കെ ഇവൻറ്റ്സ് നടത്താനായിരിക്കും അതിനെക്കുറിച്ച് എനിക്ക് കൂടുതലായിട്ട് അറിയില്ല. അപ്പം ഇത് കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി. നമുക്കിവിടെ നോക്കുന്ന സമയത്ത് നമ്മളുടെ നെല്ലിയാമ്പതി ഹിൽസൊക്കെ നന്നായി കാണാൻ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം മഴക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോ എടുത്ത് കഴിയണം എന്നുള്ളത് കൊണ്ട് നമ്മൾ വേഗം നമ്മളുടെ വീഡിയോസൊക്കെ മൂവ് ഓൺ ചെയ്തു കേട്ടോ. അതിനുശേഷം നമ്മൾ നേരെ പോയത് നമ്മുടെ അഡ്വഞ്ചർ സോണിലേക്കാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഈ അഡ്വഞ്ചർ സോണിലുള്ള ആക്ടിവിറ്റീസ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കൈ സൈക്ലിംഗ് ഉണ്ട്, സിപ്പ് ലൈൻ ഉണ്ട്, ഫ്രീ ഫോൾ ജമ്പിങ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനെല്ലാം വരുന്നത് 250 റുപ്പീസാണ്. അതുപോലെ തന്നെ നമ്മുടെ ആർച്ചറിക്ക് വരുന്നത് പെർ പേഴ്സൺ 50 റുപ്പീസാണ് കേട്ടോ. ായിട്ട് നമുക്ക് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്. അഡ്വഞ്ചർ സോണിലായാലും നമ്മുടെ എൻട്രൻസിലെല്ലാം നമുക്ക് ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഉണ്ട്. ദെൻ നമ്മൾ പോയത് നമ്മുടെ ഡാം വിസിറ്റ് ചെയ്യാനാണ് കേട്ടോ. പോത്തുണ്ടി ഗാർഡനിലെ കിഡ്സൊക്കെ ആയിട്ട് വരാം കേട്ടോ. അവർക്കെല്ലാം കളിക്കാൻ കുറേ ഫെസിലിറ്റീസ് ഇവിടെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. യെസ്, ഫൈനലി നമ്മൾ നമ്മുടെ ഡാമിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഈ ഡാമിലേക്ക് പോകുന്ന പോലെ നമ്മൾ പണ്ട് ബീച്ചിൽ പോയില്ലേ, ബീച്ചിൽ പോകുന്ന സമയത്ത് കുറച്ച് എഫേർട്ടൊക്കെ ഇട്ടിട്ട് വേണം നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് പോകാൻ കേട്ടോ. പക്ഷെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നല്ല ഒരു വ്യൂ ആണ് നമുക്ക് കാണാൻ പറ്റുക. നമ്മളുടെ ഫുൾ നെല്ലിയാമ്പതി ഹിൽസ് കാണാനായിട്ട് പറ്റും കേട്ടോ. നല്ല രസമാണ് അവിടെ നിന്ന് കാണാൻ. നമ്മുടെ പോത്തുണ്ടി ഡാം വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ഡാം ഇൻ ഇന്ത്യ ആണ്. അതുപോലെ തന്നെ 13 ഏക്കറോളം ഇറിഗേഷൻ ഫെസിലിറ്റീസ് നമ്മളുടെ പോത്തുണ്ടി ഡാമിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളുടെ അടുത്ത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നെന്മാറ പഞ്ചായത്തും അതുപോലെ അയലൂർ പഞ്ചായത്ത് അവരുടെ എല്ലാം വാട്ടർ സപ്ലൈ, ഡ്രിങ്കിങ് വാട്ടർ സപ്ലൈ ഒക്കെ നമ്മുടെ പോത്തുണ്ടി ഡാമിൽ നിന്നാണ് കേട്ടോ വരുന്നത്. നേരെ പോകുന്നത് നമ്മുടെ ഡാമിൻ്റെ ഷട്ടറിലേക്കാണ് കേട്ടോ. അങ്ങനെ നമ്മൾ നമ്മുടെ ഡാമിൻ്റെ ഷട്ടറിലേക്ക് എത്തി. ഇപ്പോൾ ഇവിടേക്ക് അനുവാദം ഇല്ലാതൊന്നും പ്രവേശിക്കരുതെന്നുള്ള ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ജസ്റ്റ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് വന്നിട്ടുള്ളത്.
അതുപോലെ നമുക്ക് ഇവിടെ നിന്ന് ഗേറ്റിൽ നിന്ന് അപ്പുറത്തേക്കൊന്നും കടക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നിട്ടാണ് ജസ്റ്റ് നോക്കിയത്. ഈ നോക്കുമ്പോൾ തന്നെ നമ്മളുടെ പോത്തുണ്ടിയിലുള്ള വെള്ളമൊക്കെ കനാൽ വഴി പോകുന്നൊക്കെ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു കേട്ടോ. ഇന്ന് നോക്കുമ്പോൾ നമ്മുടെ കംപ്ലീറ്റ് നെല്ലിയാമ്പതി ഹിൽസും അതുപോലെ തന്നെ നമ്മളുടെ ഡാം വ്യൂവും കാണാൻ പറ്റും കേട്ടോ. നല്ല രസമാണ് കാണാൻ. ശരിക്കും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം. നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ പാലക്കാടിലുള്ള ആൾക്കാരും നമ്മളിവിടെ വന്നിട്ടുണ്ടാവും. അപ്പം വരാത്ത ആൾക്കാരായാലും നമുക്ക് പെട്ടെന്ന് ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു നല്ലൊരു സ്പോട്ട് തന്നെയാണ് നമ്മുടെ പോത്തുണ്ടി ഗാർഡൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഗാർഡൻ്റെ മുകളിലേക്ക് നമ്മൾ മാക്സിമം കയറാനായിട്ട് ശ്രമിക്കുക. എന്നാലും നമുക്ക് ഇതുപോലത്തെ നല്ലൊരു വ്യൂ ഒക്കെ കാണാനായിട്ട് പറ്റുള്ളൂ. നമുക്ക് ദൂരെ നിന്ന് നമ്മുടെ മഴയൊക്കെ വരുന്നത് കാണാനായിട്ട് പറ്റുമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിവിടെ വെയിറ്റ് ചെയ്യുന്നത് എപ്പോഴാണ് നമ്മുടെ മഴ ഇവിടേക്ക് എത്തുന്നത്. അപ്പോൾ നല്ല രസമാണ് അതൊക്കെ കാണാൻ. അതുപോലെ തന്നെ നമുക്ക് ഒരു റെയിൻബോ ഒക്കെ കാണാൻ പറ്റി. ഫുൾ റെയിൻബോ ആർച്ച് കാണാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് പകുതിയൊക്കെ കാണാനായിട്ട് പറ്റിട്ടോ. അങ്ങനെ നമ്മൾ നമ്മുടെ ഡാമൊക്കെ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ താഴേക്ക് ഇറങ്ങിയിട്ട് നമ്മുടെ പോത്തുണ്ടിയുടെ തന്നെ ഒരു കഫറ്റീരിയ ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഓരോ ഐസ്ക്രീംസ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ നമുക്ക് ഇരിക്കാൻ കുറേ സ്പേഷ്യസ് ആയിട്ടുള്ള സ്പേസ് ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ അവിടെ കുറേ ഇരുന്നു. അതുപോലെ നമുക്ക് ഒരു 6 മണിയൊക്കെ ആയി നമ്മൾ ഇന്നത്തെ ഫുൾ പോത്തുണ്ടി വിസിറ്റ് കഴിഞ്ഞിട്ട്. ഞാൻ കഴിച്ച ഐസ്ക്രീമിൻ്റെ പ്ലാസ്റ്റിക് ഞാൻ അവിടുത്തെ വേസ്റ്റ് ബിന്നിൽ ഇട്ടിട്ടു. നിങ്ങൾക്ക് ഇവിടെ കുറേ പ്ലാസ്റ്റിക് വേസ്റ്റുകൾ കാണാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം അവിടെ നമ്മളുടെ ആൾക്കാർ വന്നിട്ട് തന്നെ പലരും ഈ പ്ലാസ്റ്റിക് വേസ്റ്റുകൾ ഡസ്റ്റ്ബിന്നിൽ ഇടാതെ ഇങ്ങനെ വലിച്ചെറിഞ്ഞ് പോകുന്ന കുറച്ച് സ്വഭാവങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ മാക്സിമം നമുക്കറിയാം നമുക്ക് ഒരിക്കലും ഒരാൾ ഉപദേശിക്കാനൊന്നും പറ്റില്ല. അപ്പം നമ്മൾ മാക്സിമം നമ്മൾ തന്നെ ശരിയാക്കി കഴിഞ്ഞാൽ നമ്മളൊന്നും മാറിയാൽ തന്നെയാണ് നമ്മളുടെ ബാക്കി ചുറ്റിലുള്ളവർ മാറുന്നത് കേട്ടോ. അപ്പോൾ മാക്സിമം നമ്മളുടെ പ്ലാസ്റ്റിക് വേസ്റ്റ് ഒന്നും ഇങ്ങനെ വലിച്ചെറിയാനായിട്ട് ശ്രമിക്കരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. ഇനിയും പല ഡാം വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.